കൊണ്ടുള്ള പരീക്ഷണങ്ങൾ തീരുന്നില്ല. ഇന്നൊരു പരീക്ഷണമല്ല, ഇത് ഉണ്ടാക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. അപ്പൊ മുട്ട ഉണ്ടാക്കിയാലോ? മുട്ട ഞാനൊരു ഇങ്ങനെ ചിക്കിച്ചിറക്കിയ മുട്ട ഉപ്പേരി പോലെ ഉണ്ടാക്കണത്, കാരണം ചോറിൽ കുഴച്ച് കൊടുക്കാമല്ലോ. മുട്ടേന്റെ ഇഷ്ടമുള്ള ആളാണല്ലോ എന്റെ വീട്ടിലുള്ളത്. അതിന് നമുക്ക് മുട്ട വിഭവം ഉണ്ടാക്കാൻ 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സൗകര്യം പോലെ എടുത്ത് ഏതാച്ചാൽ വെളിച്ചെണ്ണയോ കോക്കനട്ട് ഓയിലോ ഏതാച്ചാൽ ഒഴിക്കാം. അത് ഒഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളച്ച് വരുള്ളൂ. അപ്പൊ കുറച്ച് കടുകും കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഈ കടുകും കറിവേപ്പില ഇടുമ്പോൾ നമ്മൾ മാറി നിൽക്കുക. എന്റെ ക്യാമറമാൻ ആത്മജ കൃഷ്ണയാണ്, അവൻ നന്നായിട്ട് മാറി മാറി ഇളക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇത് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടോ നല്ല ഇളക്കത്തിലാണ് എന്റെ ക്യാമറമാൻ. അപ്പം നമ്മൾ കറിവേപ്പിലിട്ട് കടുകിട്ട് ഇഞ്ചി ഇട്ട ശേഷം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടില്ല നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്നും, അതായത് ഇത് എന്നും റെഡ് കളറൊന്നും ആവണ്ട, അതായത് ചുവന്ന നിറത്തിക്കുന്ന എത്തിക്കുന്നത് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. അതിലേക്ക് 2 പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. എരിവിന് ആവശ്യമുള്ള അത്രയ്ക്കും ഇട്ട് കൊടുക്കാതെ, കാരണം നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഒരു ഒരെണ്ണം ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ അത് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് വഴണ്ടി വരണം. ഒരു ചുവന്ന നിറാവുണ്ട്, നമുക്കറിയാലോ. അതിൻ്റെ ഒരു ചെറിയൊരു ചേഞ്ച് വരുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി എടുത്തേക്കുന്നത്, ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പൊ 2 മുട്ടയ്ക്കുള്ളതാണ് കേട്ടോ അത്. അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറി പോലെ, വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ അടിപൊളിയുടെ ചോറിനത് മതി, കുഴച്ചിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളിയും അതുപോലെ തന്നെ സവോളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് വഴണ്ടി വരണം. അതാണ് അതിന്റെ ഒരു ഇത്. അല്ലാതെ ചോക്കണ്ട, ഒരുമാതിരി വെന്ത് വരണ്ട, അങ്ങനത്തെ ഐറ്റം അങ്ങനെയൊന്നുമില്ല. അപ്പൊ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ മഴത്തിൽ ഈ ലെവലായി കഴിഞ്ഞാൽ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ കുരുമുളക് പൊടിയുണ്ട്, കാശ്മീരി മുളക് പൊടിയുണ്ട്, ഗരം മസാലയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്. ഇത്രയും പൊടികളാണ്. കുരുമുളക് പൊടി നിർബന്ധമില്ല. എൻ്റെ മക്കൾക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇതിനുള്ളിൽ ഇട്ടുന്നേ ഉള്ളൂ. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ പൊടികളൊക്കെ ഇട്ട് പൊടികളുടെ മണം മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. ഇതും അതിന്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കുക. കാരണം വീട്ടിലേക്ക് നമ്മൾ ഇടുന്ന സമയത്ത് പൊട്ടിച്ചിടാൻ ബുദ്ധിമുട്ടാണെങ്കിലേക്ക് ഇങ്ങനെ പാത്രത്തിൽ മാറ്റി വെച്ച ശേഷം ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് നമുക്ക് പൊടിപ്പോട്ട് വരണം. ആ ഒരു പരുവത്തിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ചിക്കിച്ചിണങ്ങി വരില്ല, ആ ലെവലിലേക്ക് എത്തണം. അപ്പൊ ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇത് നല്ല ടേസ്റ്റാണ്. ചോറിന് വേറെ ഒരു കറിയും വേണ്ട. എൻ്റെ വീട്ടിൽ കറണ്ടില്ല, വെളിച്ചമില്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലാക്കിയ ശേഷം വീണ്ടും ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്യണം. അപ്പം ഇതാണ് അതിന്റെ പരിവം. അപ്പം പരിവം ആഡ് ചെയ്യുന്ന മുമ്പ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലാസ്റ്റ് എന്താ കിട്ടുമെന്നും കൂടി ആഡ് ചെയ്ത് പോയി. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.